കോഴിക്കോട് പാളയത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതിയ കോവിലകം പറമ്പ് നഗറിലെ ബിജു ആണ് മരിച്ചത്. കൊലപാതകമാണ് എന്നുള്ളൊരു സംശയമുണ്ട്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, ഈ സംഭവം അറിയുന്നത് എപ്പോഴാണ്? പോലീസ് എന്താണ് വിശദീകരിക്കുന്നത്? പൂജ, ഞാനിപ്പോൾ ഉള്ളത് ഈ സംഭവ സ്ഥലത്താണ്. അതാ ഈ കാണുന്ന ഈ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബിജുവിൻ്റെ 38 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ഒരു 3 മണിയോടുകൂടിയാണ് മൃതദേഹം ഇതിനകത്ത് കണ്ടെത്തിയിട്ടുള്ളത്. ബിജു സാധാരണഗതിയിൽ 3:30 എണീക്കുന്ന ഒരാളാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു തൊഴുത്തുണ്ട്, പശുവുണ്ട്, ഒരു ക്ഷീര കർഷകൻ കൂടിയാണ്. ഈ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി 3:30 എണീക്കുന്നതാണ്. പക്ഷേ ആ സമയത്ത് എണീക്കുന്നത് കാണാതായപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയുള്ള അമ്മ വന്നു നോക്കുമ്പോഴാണ് ചോരയിൽ കുളിച്ച നിലയിൽ ബിജുവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കഴുത്തിനും അതോടൊപ്പം തന്നെ വയറിനും വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം ഉള്ളത്. ചോര വാർന്നു മരിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകം എന്നുള്ള സംശയത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ബിജു ഇവിടെ ഈ പറഞ്ഞതുപോലെ കൃഷിയും, അതായത് ഈ ക്ഷീരകൃഷിയും മറ്റുമൊക്കെയായി നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയത്തക്ക ശത്രുക്കളാരും തന്നെ ഇദ്ദേഹത്തിനില്ല. പക്ഷെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും വീട്ടുകാരുള്ളത്. ഈ സംഭവം അറിഞ്ഞ് ഇവിടേക്ക് നാട്ടുകാരൊക്കെ തന്നെയും എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു പറമ്പുണ്ട്. അവിടെ ലഹരി സംഘങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നാണ് വീട്ടുകാർ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ സഹായവും പോലീസിന് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ബിജു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചെറിയ ശത്രുതകളൊക്കെ ബിജുവിനുണ്ടായിരുന്നു. ഏതെങ്കിലും ലഹരി സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തതെന്നുള്ള സംശയത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ബിജുവിന്റെ